ഞാൻ ഈ സഭയിൽ കുറെ കാലമായി. ആദ്യമായിട്ടാണ് ഇത്ര ഭംഗിയായി പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് ഭംഗിയായി ഭരണപക്ഷത്ത് നിന്ന് മറുപടി മുദ്രാവാക്യത്തിലൂടെ പറയുന്നത് കണ്ടിട്ടുള്ളത്. തമ്മിലുള്ള ചിത്രം സ്വാഭാവികമെന്ന് പറഞ്ഞത് ഞങ്ങളല്ല, അത് പറഞ്ഞത് കടകംപള്ളി സുരേന്ദ്രൻ. ഞാൻ തിരിച്ചാണ് ചോദിക്കുന്നത്, പിന്നെന്തിനാണ് നിങ്ങളുടെ നേതാക്കന്മാരുടെ കൂടെ നിൽക്കുന്ന ചിത്രം കണ്ടു എന്ന് പറയുന്നത്? ഇത് ചിത്രമൊന്നും അല്ല വിഷയം. ആരാണ് സ്വർണം മോഷ്ടിച്ചത് എന്ന് അന്വേഷണത്തിലൂടെ മനസ്സിലാവും. ഞങ്ങളല്ലല്ലോ ഈ കാര്യം ഉന്നയിച്ചത്. സോണിയാഗാന്ധിയുടെ അടുത്ത് കടകംപള്ളിയുടെ അടുത്ത് പോകാൻ ഒരു തടസ്സമില്ല. സോണിയാഗാന്ധിയുടെ അടുത്ത് പോവാൻ നല്ല തടസ്സമുണ്ട്. ഇസറ്റിനപ്പുറമുള്ള കാറ്റഗറി പ്രൊട്ടക്ഷനുള്ള നേതാവാണ്. അവിടെ ഒരു അപ്പോയിന്റ്മെന്റ് ഇയാൾക്ക് കിട്ടുമോ? പോയാൽ കിട്ടില്ല. ഏഷ്യാനെറ്റിന് വേണ്ടി അവിടെ പോയാൽ ഒരു അപ്പോയിന്റ്മെന്റ് സോണിയാഗാന്ധിയുടെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ടെങ്കിൽ തരപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. കേട്ടില്ലേ? പക്ഷേ ആ അപ്പോയിന്റ്മെന്റ് 3 തവണ തരപ്പെടുത്തി. എന്നിട്ട് സന്ദർശിക്കുകയും ചെയ്യും. സന്ദർശിക്കുക മാത്രമല്ല, സമ്മാനം കൊടുത്തു. ഞങ്ങൾ അതിനൊന്നും എതിരല്ല, സമ്മാനമൊന്നും കൊടുക്കുന്നതിന്. പക്ഷേ ഈ പ്രശ്നം ഇത്ര രൂക്ഷമായ ചർച്ചയ്ക്ക് വന്നപ്പോ അതൊക്കെ ഒരു വിഷയാവുമല്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ഒന്ന് മറച്ചു വെച്ച് ഒന്ന് ചോദിക്കുന്നത് ശരിയല്ല. ഞങ്ങളതിന് വ്യക്തമായ ജയിലിലുള്ള എൻ വാസുവും പത്മകുമാറും മാത്രമാണോ ജയിലിൽ? ഞങ്ങളതിന് ഉത്തരം പറഞ്ഞിട്ടില്ല. എന്താ? അന്വേഷണ ഘട്ടത്തിലാണ്. ആ അന്വേഷണം കഴിഞ്ഞ് അവർ കുറ്റക്കാരാണെങ്കിൽ ഞങ്ങൾ അവരെ സംരക്ഷിക്കില്ല എന്ന് തുടക്കത്തിലേ പറഞ്ഞു, ആരായാലും. പക്ഷേ എൻ വാസും പത്മകുമാറിന് അപ്പുറം കുറെ പേരുകളുണ്ടല്ലോ ജയിലിൽ കിടക്കുന്നത്. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടവരാണ്? നിങ്ങളെന്താ അത് പറയാത്തത്? നിങ്ങളെന്താ അത് ചോദിക്കാത്തത്? അപ്പൊ ഇതിൽ ഞങ്ങൾക്ക് പക്ഷഭേദമൊന്നുമില്ല. ഞങ്ങൾ പറഞ്ഞത് കോടതിയുടെ അന്വേഷണം ഞങ്ങൾ അംഗീകരിക്കുന്നു. ആ അന്വേഷണം തൃപ്തികരമായി നടക്കും. അത് നടന്നു കഴിഞ്ഞ് ആരാണോ കുറ്റക്കാർ അവർ ശിക്ഷിക്കപ്പെടും. പക്ഷെ ഞങ്ങൾ പറയുന്നു, ഈ പോറ്റിയെ കയറ്റിയത് ഞങ്ങളല്ല. കേട്ടില്ലേ? അപ്പോ അന്വേഷണം നടത്തി ആരാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ ശിക്ഷിക്കട്ടെ. ഞങ്ങൾക്കതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. നമുക്ക് അന്വേഷണ ഘട്ടത്തിൽ ഞങ്ങൾ ആരും അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. അന്വേഷണം പൂർത്തിയാവട്ടെ, അപ്പൊ നമുക്ക് പറയാം.